ഇന്നത്തെ ദിവസത്തെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് നമ്മുടെ എവറസ്റ്റിലേക്കുള്ള പ്രവേശന കവാടമായിട്ടുള്ള നമ്മുടെ നംചെ ബസാറിൽ കേട്ടോ. 8 മണിക്കൂർ നടത്തത്തിന് ശേഷം നമ്മളിവിടെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തപ്പോഴേക്ക് ഏകദേശം സന്ധ്യയായിപ്പോയി. പണ്ട് 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ടിബറ്റിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് നേപ്പാളിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ കാലം മുതൽ ഇന്ന് വരെ ഷെർപ്പാസ് എല്ലാവരും കൂടിയിട്ട് നിർമ്മിച്ച ഒരു ഗ്രാമമാണിത്. ഒരു ട്രാൻസ്പോർട്ടേഷനോ കാര്യം ഒന്നുമില്ലാതെ ആൾക്കാർ ചുമന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കിയ ഒരു ഗ്രാമം കേട്ടോ. ഇവിടെ ട്രക്കിംഗ് ഒക്കെ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പണ്ടത്തെ പരമ്പരാഗത വ്യാപാര കേന്ദ്രമായിരുന്നു കേട്ടോ. പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം ഒക്കെ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ സ്വാധീനമൊക്കെ നമുക്ക് ഈ ഏരിയയിൽ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് മൊണാസ്ട്രീസും ഫുൾ പ്രയർ ഫ്ലാഗൊക്കെ ആയിട്ട് ഒരുപാട് പ്രയർ വീൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 11,286 അടി മുകളിലാണ് കേട്ടോ ഈ ഒരു സ്ഥലമുള്ളത്. ഇത്രയും ഹൈറ്റിൽ ജനങ്ങൾ ഇത്രയും സാധനങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇതുപോലൊരു ഗ്രാമം ബിൽഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതൊരു കുറച്ച് അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പബ്ബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. ഐറിഷ് പബ്ബ് എന്നാണ് അതിൻ്റെ പേര്. 1953 ഹിലാരിയും ടെൻസിയും കൂടിയിട്ട് എവറസ്റ്റ് കീഴടക്കിയ ദിവസം മുതൽ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രശസ്തമാണ്. അതോടുകൂടി ഈ ഒരു ചെറിയൊരു ഗ്രാമം എന്ന് പറയുന്നത് ഒരു ട്രക്കിങ്ങിൻ്റെ ഹബ്ബായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എവറസ്റ്റിലേക്കുള്ള യാത്രയിൽ എല്ലാ യാത്രക്കാരും ഏകദേശം 1-2 ദിവസമൊക്കെ ഇവിടെ സ്റ്റേ അടിച്ചിട്ടാണ് പോവാറ്. കാരണം അക്ലമൈറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു ദിവസമെങ്കിലും സ്റ്റേ അടിച്ചാൽ മാത്രമേ നമുക്ക് ഇത്ര ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റൂ. ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.